ഓഹോ, എന്നെ അറിയാൻ നിങ്ങൾക്ക് എൻ്റെ അടുത്തുണ്ടാവണമെന്നില്ല എന്നാണോ? അതേടി ഈർക്കിളി. എന്താ വിളിച്ചേ? ഈർക്കിളിന്നോ? അതെ, ഈർക്കിലെന്ന് തന്നെ. എന്താ സിദ്ധാർത്ഥ ഇത്? അവളുടെ സ്വരം മാറിയത്തവൻ അറിഞ്ഞു. പോട്ടെ, നിനക്കിഷ്ടമല്ല ഇനി ഞാൻ വിളിക്കില്ല, പോരെ. അവളൊരു കുഞ്ഞിനെ പോലെ മൂളി. അപ്പോൾ ഈർക്കിലി, എങ്ങനെയുണ്ട് ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും വീടും ഒക്കെ? എല്ലാം അടിപൊളിയാണ് ഗുണ്ടുമുളകെ. ഏ, എന്താടി ഈർക്കിലെ വിളിച്ചേ? എന്തേ, നിങ്ങൾക്ക് ഞാൻ ഈർക്കിലാണെങ്കിൽ നിങ്ങളെ എനിക്ക് ഗുണ്ടുമുളകാണ്. കണ്ണ് ഞാൻ നീറിക്കും കേട്ടോടി. ആ, നിങ്ങളുടെ വയറ് ഞാൻ തുളഞ്ഞു കയറും ഗുണ്ടുമുളകെ. അത് കേട്ടതും സിദ്ധാർത്ഥിന് ആ വാക്കുകൾ മറ്റെന്തിനോ സമാനമായി തോന്നി. അത് പറഞ്ഞ ശേഷമാണ് ഗൗരിക്കും അയ്യേ എന്ന് തോന്നിയത്. അവൻ എന്തോ പറയാനാഞ്ഞത് ഗൗരി ഇടയിൽ കയറി ഒരു കള്ള ഗൗരവത്തിൽ ചോദിച്ചു, ആരാ ഈ മേഘ? മേഘയോ? ഏത് മേഘ? ഓ, ഒന്നും അറിയാത്തൊരു ഇക്കിരിപ്പുള്ള. ഡി എന്താന്ന് വെച്ചാൽ തെളിച്ച് പറവണ്ണേ. മേഘയുടെ അച്ഛനുമൊത്ത് ഫ്ലൈറ്റിലിരിക്കുന്ന ഫോട്ടോ ഒക്കെ വന്നല്ലോ. ഓ, അദ്ദേഹത്തിൻ്റെ മോളാണോ? അതാണോ മേഘ? എനിക്ക് സത്യം പറഞ്ഞാൽ ആ പെണ്ണിൻ്റെ പേരൊന്നും അറിയില്ല. പക്ഷെ അവൾക്ക് നിങ്ങളെ നന്നായി അറിയാം. ആണോ? എന്നെ അറിയാത്തവർ ചുരുക്കമല്ലേ ഭാര്യ? അയ്യടാ, എന്തേ, എന്നെ കാണാൻ കൊള്ളില്ലേ? അവൻ ചോദിച്ചു കൊണ്ടിരിക്കെ തന്നെ ഷർട്ട് ബട്ടൺ ഊരാൻ തുടങ്ങി. അവളിൽ പരിഭ്രാന്തിയും നെഞ്ചിടിപ്പും വർദ്ധിച്ചു. ഇങ്ങേരിത് എന്തിനുള്ള പാവമാ? ഷർട്ട് അഴിച്ച് അവൾക്ക് മുന്നിൽ ഇരിക്കുന്ന സിദ്ധാർത്ഥിൻ്റെ ശരീരത്തിൽ നിന്നും കണ്ണെടുക്കാൻ അവൾക്ക് തോന്നിയില്ല. ഏതൊരു പെണ്ണും കൊതിക്കുന്ന സുന്ദര രൂപം. ഇപ്പോൾ പറ, എന്നെ കാണാൻ എങ്ങനെയെന്ന്? അതെ, ഇപ്പോൾ കാണിച്ചതൊക്കെ പുറത്തീ കോലമൊന്നും കാണിച്ചു പോയേക്കരുത്. അത്രയ്ക്ക് ഹോട്ടാണോ ഞാൻ? അയ്യടാ, ഒരു ഭംഗിയുമില്ല, അതാ. എടി, നിന്നെ ഞാൻ എൻ്റെ ശരീരത്തെ കുറ്റം പറയുന്ന ആദ്യത്തെ ആളാണ് നീ. ആണ് ഞാൻ. എടി, നിന്നെ ഞാൻ എൻ്റെ ശരീരത്തെ കുറ്റം പറയുന്ന ആദ്യത്തെ ആൾ നീയാണ്. ഞാനങ്ങ് വരട്ടെ, നിന്നെ ഞാൻ കാണിച്ചു തരാം. എന്ത്? അവളിൽ നിന്ന് മറിയാതെ ആ ചോദ്യമുയർന്നു. എല്ലാം ഞാൻ അങ്ങ് വന്നോട്ടെ. അത് കേട്ടതും അടിവയറ്റിലൊരു ചാറ്റൽ മഴ തന്നെയായിരുന്നു. പെട്ടെന്ന് അവളുടെ ഫോണിൽ മറ്റൊരു കോൾ വരാൻ തുടങ്ങി. സിദ്ധാർത്ഥിനും അത് മനസ്സിലായി. ആരാ അത്? അവൻ തിരക്കി. സിദ്ധാർത്ഥ്, അവൾ ഒരു വിളർച്ചയോടെ അവനെ വിളിച്ചു. പറ ഗൗരി, ആരാ അത്? അശോകാണ്. അവൻ എന്തിന് നിന്നെ ഈ നേരത്ത് കോൾ ചെയ്യുന്നത്? അവൻ്റെ മുഖം കോപത്താൽ വിളറി. അറിയില്ല. ഇന്നെന്തായിരുന്നു അവൻ്റെ സംസാര വിഷയം? നീ അതെന്നോട് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ പറ. അശോക് ഒരു പ്രൊപ്പോസൽ വിഷയം പറഞ്ഞു വന്ന്. ആർക്ക്? എനിക്ക്. പയ്യനാരാണാവോ? ഈ അല്ല, ആരാ പയ്യനെന്ന്? അശോക് തന്നെ. തോന്നി അവനെ കണ്ട അന്നു മുതൽ. എനിക്ക് തോന്നിയതാണ് അവനെ നിന്നിൽ കണ്ണുള്ളത്. എന്തായാലും ഇപ്പം മറുപടി ഒന്നും കൊടുക്കണ്ട. 4 മാസം ഇനിയുമുണ്ട് എഗ്രിമെൻ്റ് കഴിയാൻ. അത് കഴിഞ്ഞ് നോക്കാം. അത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൾ ഫോൺ കട്ട് ചെയ്ത് ഒരു ഭാഗത്തേക്ക് കിടന്നു. മറുവശം സിദ്ധാർത്ഥും വല്ലാത്ത വിഷമത്തിലായിരുന്നു. അവളെ ഒന്ന് കാണാൻ, അവളിൽ ചുറ്റിപ്പറ്റിക്കിടക്കുന്ന എല്ലാവരെയും തൂത്തുവാരി അവളെ അവൻ്റെ മാത്രമാക്കിയെടുക്കാൻ. പിറ്റേന്ന് രാവിലെ അവൾ എഴുന്നേൽക്കാൻ ഒരുപാട് വൈകിയിരുന്നു. അവളെ ഉണർത്താനാഞ്ഞ വർമ്മയെ ഭാര്യ ആശ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കുഞ്ഞുറങ്ങട്ടെ. ഇന്നലെ വീട് മാറിയതുകൊണ്ട് ഉറങ്ങിയിട്ടുണ്ടാവില്ല. പാവം, നേരത്തെ വിളിച്ച ചിലപ്പോൾ അത് കോളേജിലേക്ക് പോകും. ഓ, മോള് കോളേജിൽ വിടാൻ അമ്മയ്ക്ക് ഇന്ന് വയ്യ, അതല്ലേ? അങ്ങനെ തന്നെ. എത്ര ദിവസം കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കിട്ടിയത്. അപ്പോൾ അവളെ ഞാൻ എൻ്റെ അടുത്ത് നിർത്താനല്ലേ ആഗ്രഹിക്കുക. ശരി എൻ്റെ ഭാര്യയെ. ഓ, മതി കളിയാക്കിയത്. ഇനി മോളോട് പറയാൻ നിൽക്കണ്ട. അയ്യോ, നിങ്ങൾ അമ്മയുടെയും മോളുടെ ഇടയ്ക്ക് ഈ പാവം ഞാൻ കയറി വരുന്നില്ലേ? വേണ്ടാ നീ. അത്രയും പറഞ്ഞ് ആശ ഒരു ചിരിയോടെ തിരിഞ്ഞു നോക്കി റൂമിലേക്ക് നടന്നു. നേരം 11 മണിക്കാണ് ഗൗരി താഴേക്ക് വന്നത്. മെല്ലെയും കാത്ത് അവിടെ അക്ഷമയോടെയാണ് ആശ ഇരിക്കുന്നത്. മോളെ കണ്ടതും ആശ ഓടി അടുത്തേക്ക് ചെന്നു. എന്താണ് മോളെ, ഉറക്കമൊക്കെ സുഖമായില്ലേ? വായിക്കുന്ന ബുക്ക് അടച്ചു വെച്ചുകൊണ്ട് വർമ്മ തിരക്കി. അവൾ മറുപടിക്കായി വാ തുറക്കാൻ ഞാഞ്ഞതും അമ്മയുടെ മറുപടി അവളെ ഞെട്ടിച്ചു. നിങ്ങളെന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? സിദ്ധാർത്ഥില്ലാതെ എങ്ങനെയാണ് എൻ്റെ മകൾക്ക് നല്ല സുഖമുള്ള ഉറക്കം കിട്ടുക? അത് പറയുമ്പോൾ അമ്മയുടെ മുഖത്ത് നാണത്തിൻ്റെ ഒരു ചെറു ചിരി ഉണ്ടായിരുന്നു. അയ്യോ, എൻ്റെ അമ്മിണി. അതിനെന്താ, എൻ്റെ മോളോടല്ലേ? ആണോ? എന്തു പറയാമെന്നാ? അതെ. ആശ വഴക്കിനിടെ ഗൗരിക്ക് നേരെ തിരിഞ്ഞു. മോളെ, ഞാൻ നിൻ്റെ അമ്മയല്ലേ? നിനക്ക് അമ്മയോടും അമ്മയ്ക്ക് നിന്നോടും എന്തും പറയാമല്ലോ. അവൾ അച്ഛനെ ഒന്ന് പാളി നോക്കി. പറയാമെന്ന് അച്ഛൻ അവൾക്ക് ആക്ഷൻ കാണിച്ചു കൊടുത്തു. ആ അമ്മേ, അമ്മയ്ക്ക് എന്തും എന്നോട് പറയാം.
അവൾ പറഞ്ഞതും ആശ അവളെ വാരി പുണർന്നു. കണ്ടില്ലേ എൻ്റെ മോളെ ഇവള്. ആശ അധികാരത്തോടെ വർമ്മയെ നോക്കി പറഞ്ഞു. മോള് വാ, അമ്മ ആഹാരം വിളമ്പിത്തരാം. ടേബിളിനരികിൽ നിൽക്കുന്ന സർവൻസിനെ കണ്ടതും അവൾ അന്താളിച്ചു നിന്നു. കാരണം അവരെല്ലാം സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ നിന്നവരായിരുന്നു. ഇപ്പോൾ അവളാണ് ഇവിടുത്തെ ജോലിക്കാരി. ഗൗരി മാഡം, ഞാൻ വിളമ്പിത്തരാം. കൽപ്പന എന്ന ജോലിക്കാരി ആഹാരം വിളമ്പാൻ ആഞ്ഞതും ആശ അവളെ തടഞ്ഞു. വേണ്ട കൽപ്പനെ, മോൾക്ക് ഞാൻ വിളമ്പിക്കോളാം. ഇനിയുള്ള വിഭവങ്ങളെല്ലാം എടുത്തു വരൂ. ആഹാരം വിളമ്പി അവൾക്ക് കഴിക്കാനായി ഒരുങ്ങിയതും ആശ അവളെ തടഞ്ഞു. മുഖത്തേക്ക് നോക്കിയപ്പോൾ ഗൗരിക്ക് ആശയിലെ ഒരു കുറുമ്പി കുഞ്ഞിനെ ആണ് കാണാൻ പറ്റിയത്. മോളെ, അമ്മ വാരി തരട്ടെ. അവൾ ആശയെ തന്നെ നോക്കിയിരുന്നു. പണ്ട് അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ ഇരുന്ന് കഴിക്കുന്ന നേരം അമ്മ അവളോട് ഇടയ്ക്ക് ചോദിക്കും അമ്മ വാരി തരട്ടെ എന്ന്. അപ്പോഴെല്ലാം വാശി പിടിച്ച് ഒറ്റയ്ക്ക് കഴിക്കുമായിരുന്നു. ഗൗരി ഇന്ന് അമ്മയുടെ കൈകൊണ്ട് ഒരു ഉരുള കഴിക്കാൻ അവൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ അമ്മയില്ല. ഇന്നിതാ തന്നെ സ്വന്തം മകനേക്കാൾ മരുമകളെ സ്നേഹിക്കുന്ന ഒരമ്മയെ കെട്ടിയിരിക്കുന്നു. ആശ ഒരു ഉരുള ഗൗരിക്ക് നേരെ നീട്ടി. കണ്ണുകൾ എന്തോ നിറയാതെ ഇരിക്കാനായില്ല. തൊണ്ടയിൽ ഒരു കനം. ഹൃദയം വല്ലാതെ വേദനിക്കുന്നു. കണ്ണുകൾ നിറയുന്നത് കണ്ട് ആശ അവളെ നോക്കി. മോളെ, എന്തിനാ വിഷമിക്കുന്നേ? കരയല്ലേ? കരയാതെ കഴിക്കെൻ്റെ മോള്. ആശ അവൾക്ക് വാരി കൊടുത്തുകൊണ്ട് ഇരിക്കുന്നത് കണ്ട വർമ്മ ഒരു നിറഞ്ഞ ചിരിയോടെ ഓഫീസ് റൂമിലേക്ക് നടന്നു. മറ്റൊരിടത്ത് നല്ല വെള്ള അനാർക്കലിയും ഇട്ട് ഒരു ഫംഗ്ഷൻ്റെ അറ്റൻഡ് ചെയ്യാനായി പോകുവാണ് നമ്മുടെ ഗൗരി. ഗൗരിയുടെ വലം കൈ അമൃത. ഇന്ന് ഗൗരി ഇല്ലെന്നറിഞ്ഞപ്പോൾ അവളും കോളേജിലേക്ക് ഇല്ലെന്ന് ഉറപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഇൻവിറ്റേഷൻ കാർഡ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഫുഡ് ഉണ്ടാക്കാനുള്ള മടി കാരണം ഒരുങ്ങി ഇറങ്ങിയതാണ്. നല്ല ഗ്രാൻഡ് പരിപാടിയാണ്. റോഡിലൂടെ തുള്ളി നടന്ന അമൃതയുടെ നേരെ ചീറി പാഞ്ഞുകൊണ്ട് ഒരു പോർഷെ കാർ വരുന്നത് അവൾ കണ്ടു. ഒരു ഓരം ചാരിപ്പോകുന്ന അവളെ ഉന്നം വെച്ചുകൊണ്ട് വരുന്നത് കണ്ടതും ഭയന്നവൾ അടുത്തുള്ള ചളി ചുമരോട് ചാരി. ആ കാർ അവളെ പറ്റിച്ചെന്ന ഭാവത്തിൽ മുന്നോട്ടേക്ക് പോയി. അവൾ കരിശം കയറി മുന്നിൽ കിടന്ന കല്ല് കയ്യിലെടുത്ത് അമൃത ആ കാറിനെ ഉന്നം വെച്ച് ഒറ്റ ഏറായിരുന്നു. അവൾക്കെന്തേലും പറ്റിയോ എന്നറിയാൻ ആ കാർ സ്ലോ ആക്കിയിരുന്നു. അതുകൊണ്ട് ആ കാർ ഓടിച്ച ആൾക്ക് ഉന്നം തെറ്റിയതുപോലെ അമൃതയ്ക്ക് തെറ്റിയില്ല. കറക്റ്റ് കാറിൻ്റെ ബാക്ക് ലൈറ്റ് അടിച്ചുപോയി. സഡൻ ബ്രേക്ക് ഇട്ട് കാർ അവൾക്ക് നേരെ പാഞ്ഞു വന്നു. ആ കാറിൽ നിന്ന് സുന്ദരമായൊരു പുരുഷൻ പുറത്തേക്കിറങ്ങി. അത് മറ്റാരുമല്ല, അമനായിരുന്നു. അവളെ തുറച്ചു നോക്കിക്കൊണ്ട് കാറിൻ്റെ പിന്നിലേക്ക് നടന്നു. ലൈറ്റ് പൊട്ടിയതു കണ്ട് അമന് വല്ലാതെ ദേഷ്യം വന്നു. എടി, എന്താടി കുരുപ്പേ ഈ കാണിച്ചിരിക്കുന്നേ? ഓ, നീയായിരുന്നു. ഞാൻ കരുതി വല്ല ഹാൻസം ബോയ്സ് ആവുമെന്ന്. ഓ, അപ്പോൾ നിനക്ക് എന്നെ ഓർമ്മയുണ്ടല്ലേടി? അതെ, ഉണ്ട്. എടി, നീ എന്താ ഈ കാണിച്ചേ? ഓ, അപ്പോൾ താൻ കാണിച്ചത് അടിപൊളി പരിപാടിയാണല്ലോ അല്ലേ? എൻ്റെ ഡ്രസ്സ് മുഴുവൻ കുളമായി. ഇനി ഞാൻ എങ്ങനെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോവും? അതൊന്നും എനിക്കറിയണ്ട. ഇപ്പോൾ ഈ കാർ ലൈറ്റ് ശരിയാക്കി തരണം. കയ്യിലെ പേഴ്സിൽ നിന്നും 500 എടുത്ത് അവൻ്റെ കയ്യിൽ ആഞ്ഞടിച്ചു വെച്ച് കൊണ്ട് അമൃത പറഞ്ഞു. ഇന്നാ മാറ്റിക്കോ, ബാക്കി പൈസയ്ക്ക് എന്തേലും കഴിക്ക്. അത്രയും പറഞ്ഞ് തടി തപ്പി അവൾ മുന്നോട്ട് നടന്നു. ഹലോ മിസ് പൈസക്കാരി, ഇതുകൊണ്ട് ഈ കാറിൽ ഒരു ആണി വാങ്ങി ഫിറ്റ് ചെയ്യാൻ കൂടെ പറ്റില്ല. ആണി എന്തിനാ? ലൈറ്റ് പോരേ? അത് പറഞ്ഞു തീർന്നപ്പോഴാണ് അവൾക്ക് കാര്യം കത്തിയത്. ഇത്ര പണം പോരാ എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. പിന്നെ എത്ര വേണം? ഇതിന് ചുരുങ്ങിയത് ഒരു 10 ലക്ഷം വേണം. ഇതെന്താ സ്വർണം കൊണ്ടുണ്ടാക്കിയതോ? കളിക്കല്ലേ മോനെ, പോവാൻ നോക്ക്. അത്രയും പറഞ്ഞ് അമൃത ഒറ്റ ഓട്ടം വരുന്നു. ഡീ പോടാ പട്ടി, ഡീ പോടാ പട്ടി. അവൻ ഒരു ചിരിയോടെ അവളുടെ ആ പാച്ചിൽ നോക്കി നിന്നു. നിന്നെ ഞാൻ എടുത്തോളാം, അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഓ ആയിക്കോട്ടെ, അവളും ഓട്ടത്തിനിടയിൽ പറഞ്ഞു. വീട്ടിൽ വന്ന് കയറിയ അമൃത കയ്യിലെ ഹാൻഡ് ബാഗ് ബെഡിലേക്കിട്ട് കോട്ട് അമനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. കോരങ്ങൻ, നല്ലൊരു ദിവസം കോളമാക്കി കയ്യിൽ തന്നല്ലോ. ഓ, നല്ല ഫംഗ്ഷനായിരുന്നു. ഇനി എന്തു ചെയ്യും? ആ പാർട്ടിക്ക് പോകാൻ അവൾ അതിയായി ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ വേഗം മറ്റൊരു വസ്ത്രമിട്ട് അവൾ ഒരുങ്ങിയിറങ്ങി. ഇത്തവണ അവൾ ഒരു ഊബർ ബുക്ക് ചെയ്താണ് പാർട്ടിക്ക് പോയത്. അവിടെ എത്തിയതും അവൾ അത്ഭുതപ്പെട്ടെന്ന് നിന്ന്. ഇത്രയും വലിയൊരു പാർട്ടി, എൻ്റെ അമ്മോ! എന്തായാലും ഫുഡ് അടിച്ചു മരിക്കും ഞാൻ. അവൾ പുളകം കൊണ്ട് അകത്തേക്ക് കയറി. പരിചയമുള്ള 1-2 പേര് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരുത്തി അവളുടെ കൂടെ കോളേജിലുള്ളതായിരുന്നു. ഇരുവരും പോസ്റ്റ് അടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നു. പെട്ടെന്നാണ് ബ്രൈഡിൻ്റെയും ഗ്രൂമിങ് എൻട്രിക്കായി മുഴുവൻ ലൈറ്റ് ഓഫ് ചെയ്യുന്നത്. ഒരു സ്പോട്ട് ലൈറ്റ് മാത്രമാണ് അവിടെ പ്രകാശിച്ചിരുന്നത്. വാവ്, ഇത് കലക്കി!
അമൃത പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ കൂവി. എല്ലാവരും ഉച്ചത്തിൽ ആർപ്പുവിളികൾ മുഴക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ആ ഇരുട്ടിൽ ഒരു കൈ വന്ന് അവളെ വലിച്ചു കൊണ്ടുപോയത്. അയ്യോ, ആരാ? അവൾ ഉറക്കെ അലറിയെങ്കിലും ആ കുക്കുവിളിയിൽ ആരും തന്നെ അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തേക്ക് നീങ്ങിയപ്പോഴാണ് അത് അമനാണെന്ന് അവൾക്ക് മനസ്സിലായത്. എടോ താനോ? അതെ, ഞാൻ തന്നെ. അവൾ അമൻ്റെ കൈകൾ അവളുടെ കൈകളിൽ നിന്നും വലിച്ചു മാറ്റിക്കൊണ്ട് ചോദിച്ചു. എന്താ തൻ്റെ ഉദ്ദേശം? ദേ, ഞാൻ ഒച്ച വെച്ച ആളെ കൂട്ടും. എന്തുദ്ദേശം? നല്ല ഉദ്ദേശം തന്നെയാണ്. അവൾ അവനെ മുഖത്തേക്ക് കൂർപ്പിച്ചൊന്ന് നോക്കി. നോക്കി പേടിപ്പിക്കാതെ ഉണ്ടക്കണ്ണി, അവൻ അവളെ നോക്കി വിളിച്ചു. അപ്പോഴും അവൾക്കുള്ളിൽ ഭയമായിരുന്നു. അവൻ ആ കാറിൻ്റെ ലൈറ്റ് പൊട്ടിയതിൻ്റെ പണം വാങ്ങുമെന്ന്. അവളുടെ മുഖത്തെ അങ്കലാപ്പ് കണ്ടെന്നോണം അവൻ പറഞ്ഞു. ചെല്ല് ചെല്ല്, നിന്നെ ഞാൻ എടുത്തോളാം. ഇങ്ങ് വാ. അവൾ പറയേണ്ട താമസം അമൻ അവളോട് ചേർന്ന് നിന്നു. അവളുടെ പിടച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുകളെ തന്നെ നോക്കി നിന്ന് അമ്മൻ ചോദിച്ചു, ഇത്ര അടുത്ത് മതിയോ? അവൻ്റെ ആ പ്രവൃത്തി അവൾക്കത്രയ്ക്കങ്ങ് ബോധിച്ചില്ല. അവൾ അവൻ്റെ നെഞ്ചിലിട്ട് ഒറ്റ തള്ളുകൊടുത്ത് അവിടെ നിന്ന് ദേഷ്യത്തിൽ എല്ലാവരും നിൽക്കുന്നിടത്തേക്ക് നടന്നു. അവളുടെ ആ പ്രവൃത്തി അവന് നന്നായി ബോധിച്ചു. അവൻ നെഞ്ചിലൊന്ന് പൊടി തട്ടും പോലെ തട്ടിക്കൊണ്ട് അവളുടെ പോക്ക് കണ്ടൊന്ന് പുഞ്ചിരിച്ചു. അന്ന് ഒരുപാട് വൈകിയാണ് ഫംഗ്ഷൻ കഴിഞ്ഞ് അമൃത ഇറങ്ങിയത്. അവളുടെ കൂടെ ഉണ്ടായിരുന്നവളും ഒപ്പം ഉണ്ടായിരുന്നു. ഇരുവരും ഒരുപാട് വൈകിയത് കൊണ്ട് തന്നെ വല്ല ഓട്ടോയും കിട്ടുമെന്ന് നോക്കാൻ ഒരുപാട് നേരം കാത്തുനിന്നു. ഒരു വണ്ടി പോലും വന്നില്ല. ഇടയ്ക്ക് കൂടെയുള്ളവൾ ഫോണിൽ സംസാരിക്കുന്നത് അവൾ കേട്ടിരുന്നു. ആരോടോ വരാനോ മറ്റോ. അങ്ങനെ പോകാനുള്ള വണ്ടി അവൾ ഒപ്പിച്ചു എന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് വന്ന വണ്ടി കണ്ട് അവൾ ഞെട്ടിയത്. മറ്റവളുടെ കാമുകനായിരുന്നു അത്. അവനാവട്ടെ ഒരു RCയുമായാണ് വന്നിരിക്കുന്നത്. അമൃതയോട് ഒരു ടാറ്റ പറഞ്ഞുകൊണ്ട് ആ ദുഷ്ട അവൻ്റെ കൂടെ പോയി. നീണ്ട 5 മിനിറ്റ് കാത്തിരിപ്പിന് ശേഷം ഒരു വലിയ പോർഷെ കാർ അവൾക്ക് മുന്നിൽ വന്നു നിന്നു. ഗ്ലാസ് താഴ്ത്തിയതും അതിനുള്ളിലിരിക്കുന്ന അമനെ കണ്ട് അവൾക്ക് അരിശം തോന്നി. അവൾ മുഖം അവനിൽ നിന്നും തിരിച്ചു കളഞ്ഞു. അതെ, കയറാൻ നോക്ക്. ഇനി ഇവിടെ എത്ര നിന്നിട്ടും കാര്യമില്ല. ഇപ്പോൾ ഒരു വണ്ടി പോലും ഉണ്ടാവില്ല. സാരമില്ല, ഞാൻ വണ്ടി ബുക്ക് ചെയ്ത് പൊയ്ക്കോളാം. അതും പറഞ്ഞ് ഫോൺ നോക്കുമ്പോൾ സ്വിച്ച് ഓഫ്. പണ്ടാരം ഓഫാവാൻ കണ്ട സമയം. അതെ, ഈ സ്ഥലം അത്ര നല്ലതല്ല. ഞാൻ കൂടെ പോയാൽ പിന്നെ നാളെ രാവിലെ ന്യൂസ് എല്ലാവർക്കും ഹരമാവും. അത് കേട്ടതും അവളിലൊരു ഭയം നിഴലിച്ചു. അവൾ പിൻസീറ്റ് ഡോറ് തുറക്കാൻ ആഞ്ഞതും അവൻ അവളെ വിളിച്ചു. അതേ, അവിടെയല്ല, ഇവിടെ. ഇല്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. എങ്ങനെ? നീ ഇവിടെ നിൽ. അതും പറഞ്ഞ് അവൻ കാർ എടുക്കാൻ ആഞ്ഞത് അവൾ പറഞ്ഞു. ഇല്ല, ഞാനുണ്ട്, ദാ വരുന്നു. അവൾ പിന്നിലൂടെ നടന്ന് ഫ്രണ്ട് സീറ്റിലെത്തി. അങ്ങനെ വരാനും ഒരു കാരണമുണ്ട്. കാറിൻ്റെ ഹെഡ്ലൈറ്റ്. അവളിൽ ആശ്വാസം നിറഞ്ഞ് ലൈറ്റ് മാറിയിട്ടുണ്ട്. അവൾ ഒരു ദീർഘശ്വാസം വലിച്ചു വിടുന്നത് കണ്ട് അമനൊന്ന് പുഞ്ചിരിച്ചു. ഒന്നും മിണ്ടാതെയുള്ള ഒരു യാത്ര. AC-യുടെ തണുപ്പും നല്ല നിലാവെട്ടവും റോഡിൻ്റെ ഇരുഭാഗങ്ങളിൽ കത്തുന്ന സ്ട്രീറ്റ് ലൈറ്റ് വെട്ടവും എല്ലാം നല്ല ഹരം കൊള്ളിക്കുന്നവയായിരുന്നു. നിശബ്ദത ബാധിച്ചുകൊണ്ട് അമൻ തിരക്കി. ഇപ്പോൾ നിൽക്കുന്ന വീട് തൻ്റെ സ്വന്തമാണോ? ഒരു ഞെട്ടലിൽ അവൾ ചോദിച്ചു. ഇപ്പോൾ താൻ താമസിക്കുന്നത് തൻ്റെ വീടാണോ എന്ന്. അങ്ങനെ. അല്ല, റെൻ്റ് ഹൗസാണ്. അപ്പോൾ തൻ്റെ വീട്? എനിക്ക് വീടൊന്നുമില്ല. ഞാനൊരു അനാഥാലയത്തിലാണ് വളർന്നത്. അത് കേട്ടതും അമൻ അവളെ നോക്കി. അവളോട് നെടുവീർപ്പോടെ പറഞ്ഞു. ആ ഇടത്തോട്ട് തിരിഞ്ഞ് 3ാമത്തെ വീടാ എൻ്റെ. അവിടെ എത്തും വരെ അമൻ നിശബ്ദനായിരുന്നു. എന്നാ ശരി, അവൾ പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ അവന് അവളുടെ വാക്കുകളിൽ നിന്നും പുറത്തേക്ക് വന്ന് ശരി. അവൾ കയറിപ്പോയ ശേഷമാണ് അമൻ കാറെടുത്ത് അവൻ്റെ വീട്ടിലേക്ക് മടങ്ങിയത്. വീടിനകത്തേക്ക് കയറിയ അമൃത ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. പൊട്ടൻ അത് വിശ്വസിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം സിദ്ധാർത്ഥിൻ്റെ ഫോൺ കോൾ. ഇപ്പോൾ ഇടയ്ക്ക് മാത്രമേ ഗൗരിയെ തേടി വരാറുള്ളൂ. ജോലി തിരക്കുകൾ അവനെ അവളിലേക്ക് അടുക്കാൻ അനുവദിക്കുന്നില്ല. അമ്മയുടെയും അച്ഛൻ്റെയും സ്വർഗതുല്യമായ ജീവിതം കുറവെന്ന് പറയാൻ സിദ്ധാർത്ഥിൻ്റെ ബിസിനസ് ടൂർ പോക്ക് മാത്രമായിരുന്നു. 2 ദിവസത്തെ അവധിക്ക് ശേഷം ഗൗരി കോളേജിലേക്ക് ഇറങ്ങി. ഇന്ന് അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതത്തോടെ അവൾ ബസ്സിലാണ് പോകുന്നത്. ആശയ്ക്ക് വലിയ താല്പര്യമില്ല അവളെ ഒറ്റയ്ക്ക് അയക്കാൻ. പിന്നെ പുന്നാരം മകളുടെ കൊഞ്ചുള്ള ചോദ്യത്തിലാണ് ആ സ്ത്രീ വീണത്. ബസ്സിൽ ഇന്ന് വലിയ തിരക്കൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇരുന്നു പോകാനുള്ള സീറ്റ് ഉണ്ടായിരുന്നു. കുറച്ചു മാറി ബസ് നിർത്തിയതും അവൾക്കരികിലായി ഒരു പുരുഷൻ വന്നിരുന്നു. അതവളിൽ വല്ലാത്ത ഭയം കൊണ്ടുവന്നു. ഇത്രയും സീറ്റുണ്ടായിട്ടും ഇതെന്താ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്? അവൾ എഴുന്നേറ്റ് മാറാൻ ആഞ്ഞതും ആ വ്യക്തി കൈവച്ച് തടഞ്ഞു. അപ്പോഴാണ് അവൾ മുഖം കണ്ടത്. അത് മറ്റാരുമല്ല, അശോകായിരുന്നു. 2 ദിവസമായല്ലോ കണ്ടിട്ട്. അന്ന് താൻ ഒരു മറുപടി പോലും പറയാതെ പോയതല്ലേ?
അവൾ അശോകിൻ്റെ കൈകളെ തള്ളി മാറ്റിക്കൊണ്ട് മറ്റൊരു സീറ്റിലേക്കിരുന്നു. അവിടെയും അവനെത്തി. അവൾ പിന്നീട് ഒന്നും നോക്കിയില്ല. അവനോടായി പറഞ്ഞു, ദയവ് ചെയ്ത് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഇത്രയും കാലം എൻ്റെ ഒരു സഹോദരനായി മാത്രമേ ഞാൻ നിങ്ങളെ കണ്ടിട്ടുള്ളൂ. ഇനി അത് കൂടെ പോയാൽ പിന്നെ നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഉണ്ടായില്ല. സ്ഥാനമുണ്ടാവും, എൻ്റെ ഭാര്യ എന്നേ സ്ഥാനം, അവൻ ഉറച്ച വാക്കോടെ പറഞ്ഞു. അവളിൽ അരിശം കയറി ബസ് നിർത്തിയതും അവൾ അതിൽ നിന്നും ഇറങ്ങി. അവളുടെ മുന്നിൽ സെക്കൻഡുകൾ കൊണ്ട് ഒരു കാർ വന്നു നിന്നു. ഗൗരി അതിലേക്ക് കയറിയിരുന്നു. മാഡം, സിദ്ധാർത്ഥ് സാറിൻ്റെ ഓർഡറാണ്, ഒന്നും തോന്നരുത്, ഡ്രൈവർ പറഞ്ഞു. താങ്ക്സ്. അവൾ അയാൾക്ക് മറുപടി നൽകി. എപ്പോഴും സിദ്ധാർത്ഥ് എന്നെ സഹായിക്കാനായി എത്തുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്നേഹവും വിശ്വാസവും കൂടിക്കൂടി വരികയാണല്ലോ. പെട്ടെന്നാണ് അവൻ്റെ മെസ്സേജ് വന്നത്. ഗൗരി ഓക്കെ അല്ലേ? അവളൊരു ചിരിയോടെ അവനൊരു കിസ് സ്മൈലി അയച്ചു. അതവൻ കാണുന്നത് വരെ ഉള്ളിൽ ഭയമായിരുന്നു. അവൾ ഡിലീറ്റ് ആക്കാൻ ഒരുങ്ങിയതും മറുവശത്ത് അവൻ ടൈപ്പിംഗ് തുടങ്ങിയിരുന്നു. ഇപ്പോൾ വേണ്ട, വന്നിട്ട് തന്നാൽ മതി. അവളൊന്ന് ചുവന്നു. തരില്ലേ? അവൻ്റെ അടുത്ത മറുപടിയും എത്തി. അവൾ എന്ന് മൂളി. എങ്കിൽ പറ, എവിടെ തരും? അവൾ കണ്ണുകൾ മുറുക്കെ അടച്ചു. നാണം അവളെ വലിഞ്ഞു മുറുക്കിയിരുന്നു. പോയോ? അവൻ്റെ അടുത്ത ചോദ്യം വന്നു. ഇല്ല, ഇവിടെയുണ്ട്, അവൾ പറഞ്ഞു. എങ്കിൽ പറ, എവിടെ തരും? അവളിൽ നാണം മാത്രമായിരുന്നു. അവളുടെ കവിൾത്താരങ്ങൾ ചുവന്നു വന്നു. നൈറ്റ് വിളിക്കും, അപ്പോൾ പറയണം എവിടെയാണ് എനിക്ക് വേണ്ടി നിന്റെ ആദ്യ ചുംബനം പതിയുക എന്നത്. അത് വായിച്ചത് അവളുടെ അടിവയറ്റുള്ള ഒരു ചാറ്റൽ മഴ തന്നെയായിരുന്നു. അല്പം കഴിഞ്ഞതും കോളേജ് എത്തി. അവളെ കാത്ത് അമൃത അവിടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, നിന്നെ കാണാൻ തന്നെ കിട്ടുന്നില്ലല്ലോ സാധനമേ, അമൃത കളിയാക്കി പറഞ്ഞു. അമ്മയും അച്ഛനും എന്നെ ഇടം വലം തിരിയാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ നീയൊന്നും അറിഞ്ഞു കാണില്ലല്ലോ. എന്താ അത്? പിന്നെ നിന്റെ അച്ഛൻ്റെ കമ്പനി എന്ത് പറ്റി? അവൾ ഭയത്തിൽ ചോദിച്ചു.